നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ. എവിടെയും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ചൂടാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇക്കുറി മുൻകാലങ്ങൾ കണ്ടതുപോലെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വാശിയല്ല. പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരമാണ്. ആ ത്രികോണ മത്സരത്തിൻ്റെ ചൂടും ചൂരും വാശിയുമെല്ലാം ഓരോ മണ്ഡലത്തിലുമുണ്ട്. എന്തിനേറെ പറയുന്നു, പ്രതീക്ഷിക്കാത്ത മണ്ഡലങ്ങളിൽ പോലും ശക്തിയേറിയ പോരാട്ടങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇക്കുറി കേരളത്തിൽ NDA BJP അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. CPMൻ്റെ നേതാവ് LDFൻ്റെ കൺവീനർ EP ജയരാജൻ തന്നെ സമ്മതിച്ചില്ലേ, കേരളത്തിലെ പല മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന BJP NDA സ്ഥാനാർത്ഥികൾ വളരെ ശക്തരാണെന്ന്. ഇപ്പോൾ ഇതാ ത്രികോണ മത്സരം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിലെ സാധ്യതകളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. അത് പത്തനംതിട്ടയാണ്. ശബരിമല സ്ഥിതി ചെയ്യുന്ന ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാമൂർത്തിയുടെ വാസസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട. കഴിഞ്ഞ തവണ സ്വപ്ന സമാനമായ മുന്നേറ്റം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രൻ നടത്തിയ അതേ പത്തനംതിട്ട, കത്തോലിക്ക വിഭാഗത്തിന് ശക്തമായ സ്വാധീനമുള്ള പത്തനംതിട്ട. ആ പത്തനംതിട്ടയിൽ ഇത്തവണ ആർക്കാകും സാധ്യത? 3 തവണ പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് ജയിച്ചു കയറിയ ആന്റണി തന്നെയാണ് ഇക്കുറിയും UDFൻ്റെ സ്ഥാനാർത്ഥി. മുൻ മന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ CPM നേതാവ് തോമസ് ഐസക്കിനെ ഇക്കുറി കളത്തിലിറക്കി കളം പിടിക്കാനുള്ള ശ്രമം CPMും നടത്തുന്നു. അതേസമയം ഏറ്റവും അപ്രതീക്ഷിതമായെത്തിയ സ്ഥാനാർത്ഥിയാണ് NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി, സാക്ഷാൽ AK ആന്റണിയുടെ മകൻ. കോൺഗ്രസിൽ നിന്ന് നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി NDAയിലേക്ക് എത്തിയ BJPയിലേക്ക് എത്തിയ ചെറുപ്പക്കാരൻ, വിദ്യാസമ്പന്നൻ, ആരോടും കൃത്യമായി ആശയവിനിമയം നടത്താൻ കഴിവുള്ള വ്യക്തി. ആ വ്യക്തി കൂടി മത്സരത്തിനിറങ്ങുമ്പോൾ പത്തനംതിട്ട ഇക്കുറി വിയർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പത്തനംതിട്ടയിൽ ശക്തമായ ത്രികോണ മത്സരമാണ്. ഒരു പടി കൂടി കടന്നു പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം പത്തനംതിട്ട എന്ന് ഉറപ്പിച്ചു പറയാം. BJP പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങൾ ഏറെ ഉണ്ടാകാം. തിരുവനന്തപുരമുണ്ട്, ആറ്റിങ്ങലുണ്ട്, തൃശ്ശൂരുണ്ട്, പാലക്കാടുണ്ട്, കാസർഗോഡുണ്ട്. എന്നാൽ ഞാൻ വ്യക്തിപരമായി പറയുന്നു, ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന 1-2 മണ്ഡലങ്ങൾ എടുത്താൽ കേരളത്തിൽ അതിൽ ഏറ്റവും പ്രധാനം പത്തനംതിട്ട തന്നെയാണ്. പത്തനംതിട്ട ക്രൈസ്തവ മേഖലയാണ്. ക്രൈസ്തവ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ BJP അവിടെ ഒരിക്കലും വിജയിക്കില്ല എന്നൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ് പരത്തിയിരുന്നു ഇടത് വലത് മുന്നണികൾ. ഇക്കുറി കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പാറ്റേൺ മാത്രം ഒന്നെടുത്ത് വിശകലനം ചെയ്യുക. 38% വോട്ട് UDFന്, 33% വോട്ട് LDFന്, 29% വോട്ട് BJPക്ക്, NDAക്ക്. K സുരേന്ദ്രൻ അവിടെ നേടിയ വോട്ട് 2,98,000-അടുത്താണ്. 3,30,000-35,000 വോട്ടാണ് വീണ ജോർജ് നേടിയത്. 3,80,000 വോട്ടോളം നേടി വിജയിച്ചു കയറി ആന്റണി. 3 തവണ വിജയിച്ച ആന്റണി 4ാം തവണയും മത്സരിക്കുന്നു. ആന്റണിക്ക് മുൻകാലങ്ങളുടെ അത്ര സ്വീകാര്യത അവിടെ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കോൺഗ്രസ്സുകാർ തന്നെ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. ഒരു ഭരണവിരുദ്ധ തരംഗം എന്ന് പറഞ്ഞാൽ ആന്റണി മന്ത്രിയായിരുന്നത് കൊണ്ടല്ല, ആ മണ്ഡലത്തിനെ പ്രതിനിധാനം ചെയ്ത് പല തവണ ലോക്സഭയിലേക്ക് എത്തിയിട്ടും ആ മണ്ഡലത്തിന് വേണ്ടി ആന്റണി എന്തു ചെയ്തു നൽകി എന്നുള്ള ചോദ്യം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി ഏറ്റവും കൂടുതൽ പത്തനംതിട്ടയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ആ ചർച്ച ആന്റണിക്ക് എതിരായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതിനെല്ലാം ഉപരി പ്രചരണത്തിൻ്റെ തുടക്കത്തിൽ പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ വിഷയത്തിൽ നടത്തിയ വിവാദമായ പരാമർശം, ഇന്ത്യയുടെ സർക്കാരാണ് ആ ഭീകരാക്രമണം സ്പോൺസർ ചെയ്തെന്ന തരത്തിൽ നമ്മുടെ ജവാന്മാരെ, വീരമൃത്യു വരിച്ച 100 കണക്കിന് ജവാന്മാരെ അപമാനിച്ചുകൊണ്ട് നടത്തിയ ആ പ്രസ്താവന, പാകിസ്ഥാന് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസ്താവന, അത് രാജ്യവിരുദ്ധ പ്രസ്താവനയാണ്. ആ പ്രസ്താവന രാജ്യത്തെ സൈന്യത്തോടുള്ള വെല്ലുവിളിയാണ്, അവഹേളനമാണ് രീതിയിൽ വലിയ തോതിൽ അത് പ്രചരിക്കപ്പെട്ടു. തൊട്ടു പിന്നാലെ അപകടം മനസ്സിലാക്കി അവിടെ വീണ് കിടന്ന് ഉരുണ്ടു ആന്റണി, അങ്ങനെയല്ല ഇങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞ്. എന്നിട്ടും ആ വിഷയം ഇപ്പോഴും പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ മേഖലയിൽ ഇങ്ങനെ തിളച്ചു മറിയുകയാണ്. ഒരു രാജ്യത്തിനെതിരെ പ്രസ്താവന നടത്തി, രാജ്യത്തിൻ്റെ സൈന്യത്തിനെതിരെ, രാജ്യത്തെ ധീര ജവാന്മാർക്കെതിരെ അപമാനകരമായ പ്രസ്താവന നടത്തിയ ആന്റണിക്ക് അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മറ്റൊരു സ്ഥാനാർത്ഥിയാണ് തോമസ് ഐസക്.
കഴിഞ്ഞ തവണ വീണ ജോർജ് ആയിരുന്നു അവിടെ മത്സരിച്ചത്. വീണ ജോർജിന് കിട്ടിയ വോട്ട് വിഹിതം തോമസ് ഐസക്കിന് ലഭിക്കുമോ എന്ന കാര്യത്തിൽ CPM-കാർക്ക് പോലും സംശയമുണ്ട്. എന്തായാലും തോമസ് ഐസക്കിനെയും വീണ ജോർജിനെയും താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വീണ ജോർജ് തന്നെയായിരുന്നു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് ഏറ്റവും ശക്തയായ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തോമസ് ഐസക്കിനെ കെട്ടിയിറക്കിയതാണെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും അവിടെ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്. മൂന്നാമത്തെ സ്ഥാനാർത്ഥി അനിൽ ആന്റണി. അനിൽ ആന്റണിക്കുള്ള അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാണ്? മണ്ഡലത്തിൽ പുതുമുഖമാണ്, അത് പ്രതികൂല ഘടകമല്ല, അനുകൂല ഘടകമാണ്. ചെറുപ്പക്കാരനാണ്, AK ആന്റണിയുടെ മകനാണ്. അതുമാത്രവുമല്ല, BJPയുടെ കേന്ദ്ര നേതൃത്വവുമായിട്ടും പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുമായും അടുത്ത ബന്ധമുള്ളയാൾ. ആദ്യമായി നരേന്ദ്രമോദി പ്രചരണത്തിനെത്തിയത് പത്തനംതിട്ടയിലാണ്. ഇതിനെല്ലാത്തിനേക്കാളുപരി ഒരു ക്രൈസ്തവ വിഭാഗക്കാരനാണ്. ആന്റണി ക്രൈസ്തവ വിഭാഗത്തിൻ്റെ മുഴുവൻ വോട്ടുകളും പോക്കറ്റിലിട്ട് നടന്നു എന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞയിടത്ത് മറ്റൊരു ക്രൈസ്തവ വിഭാഗക്കാരൻ, അതും AK ആന്റണിയുടെ മകൻ. AK ആന്റണിയോട് അടുപ്പമുള്ള ക്രൈസ്തവ സഭ എങ്ങനെയാണ് AK ആന്റണിയുടെ മകനെ തള്ളിക്കളയുന്നത്? അതിനെല്ലാം ഉപരി വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരൻ, ദീർഘവീക്ഷണമുള്ള, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരാനുള്ള, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് പത്തനംതിട്ടയിലെ ജനത കൈവിടുക? കഴിഞ്ഞ തവണ K. സുരേന്ദ്രൻ നേടിയ 2,97,000 വോട്ടെന്നത് ഉറപ്പാവുന്ന BJP വോട്ടാണ് പത്തനംതിട്ടയിലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ശബരിമല പ്രക്ഷോഭ കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി ആ വോട്ട് പൂർണ്ണമായും ഹൈന്ദവ വോട്ടാണ്. ആ വോട്ട് അയ്യപ്പ വിശ്വാസികളുടെ വോട്ടാണ്. ആ വോട്ട് ശബരിമല വിഷയത്തിൽ ഇടതു സർക്കാരും വലതു സർക്കാരും എടുത്ത തെറ്റായ തീരുമാനങ്ങൾക്കെതിരായ ജനവിധിയായിരുന്നു. ആ വോട്ട് ഉറപ്പായും NDAയുടെ BJPയുടെ അക്കൗണ്ടിലുണ്ട് എന്ന് ഉറപ്പിക്കുക. അതിനുശേഷം അനിൽ ആന്റണിയുടെ വ്യക്തിപ്രഭാവത്തിൻ്റെ കീഴിൽ, നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളുടെ കീഴിൽ, ക്രൈസ്തവ സഭയുമായുള്ള BJPയുടെയും അനിൽ ആന്റണിയുടെയും അടുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ വോട്ടർമാർക്കിടയിൽ നരേന്ദ്രമോദി കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടാക്കിയ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന അധിക വോട്ടുകൾ കൂടി കണക്കാക്കിയാൽ പത്തനംതിട്ടയിൽ ഒരു 75,000 വോട്ട് BJPക്ക്, അല്ലെങ്കിൽ 60,000-70,000 വോട്ട് BJPക്ക് സമാഹരിക്കാൻ കഴിഞ്ഞാൽ, NDAക്ക് സമാഹരിക്കാൻ കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ അനിൽ ആന്റണി വിജയിച്ചാലും അത്ഭുതപ്പെടാനില്ല. ഇത് കേവലം ഒരു അതിശയോക്തിയല്ല, കണക്കുകൾ ചൂണ്ടിക്കാട്ടിയുള്ള ചില പ്രവചനങ്ങളാണ്. എന്തിനേറെ പറയുന്നു, മാതൃഭൂമിയുടെ അഭിപ്രായ സർവേ തന്നെ അനിൽ ആന്റണി 31% വോട്ട് അവിടെ നേടുമെന്ന് പറയുന്നുണ്ട്. മറ്റൊരു അഭിപ്രായ സർവേ പറയുന്നത് അനിൽ ആന്റണി 32% വോട്ട് ഷെയർ പത്തനംതിട്ടയിൽ നേടുമെന്നാണ്. അങ്ങനെയെങ്കിൽ ഒരു 1-2% വോട്ട് കൂടി പത്തനംതിട്ടയിൽ സമാഹരിക്കാൻ NDAയ്ക്കും BJPക്കും ഏത് വിധേനയും കഴിഞ്ഞാൽ അനിൽ ആന്റണിക്ക് എന്തുകൊണ്ടാണ് വിജയിച്ചു പോകാൻ കഴിയാത്തത്? അപ്പോൾ വരുന്ന ചോദ്യം, ആരായിരിക്കും അവിടെ 3ാം സ്ഥാനം വരിക? അതിന് സംശയമില്ല, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ 3ാം സ്ഥാനം വരാനുള്ള സാധ്യതയുണ്ട്. അനിൽ ആന്റണിയും ആന്റണിയും തമ്മിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടക്കുന്നത്. അവിടെ ആന്റണിയെ 4ാം തവണ കൂടി പരീക്ഷിക്കാൻ പത്തനംതിട്ടയിലെ ജനങ്ങൾ തയ്യാറാകുമോ? അതോ അനിൽ ആന്റണി എന്ന ചെറുപ്പക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവിനെ തിരഞ്ഞെടുക്കാൻ, ഭാരതത്തിൻ്റെ ഭാവിയെ തിരഞ്ഞെടുക്കാൻ, നരേന്ദ്രമോദിയോട് അടുത്തു നിൽക്കുന്ന ഒരാളെ തിരഞ്ഞെടുക്കാൻ പത്തനംതിട്ടയിലെ ജനങ്ങൾ തീരുമാനിക്കുമോ? ഇനി കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് വോട്ടർമാരുടെ കൈകളിലാണ്. നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ. പിന്തുണയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.